ഹായ് മക്കളെ, സൈലത്തിൽ നിന്നും അമീൻ സാറാണ്. ഇന്നും ഇന്നലെയുമായിട്ട് നമുക്ക് സ്കൂളുകൾ അവധിയാണ്. ഇനി എത്ര ദിവസത്തോളം സ്കൂളുകൾ അവധി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മളെ കേരളത്തിലെ അവസ്ഥ അതെയാണ്. പ്രകൃതിക്ഷോഭവും പ്രകൃതി ദുരന്തങ്ങളുമായിട്ട് കിടക്കുകയാണ്. പക്ഷേ ആ സമയത്ത് തന്നെയാണ് നമ്മൾ SLC പഠിക്കുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇനി 10-40 ദിവസം മാത്രമേ ഉള്ളൂ നമ്മൾ SLCയിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്കൂ. നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എക്സാമിന് ഒരുങ്ങിയിട്ടുണ്ടോ? ഏകദേശം 5 മാസത്തോളമായി, അഥവാ 150ഓളം ദിവസമായി നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട്. 150ഓളം ദിവസം എന്ത് പഠിച്ചു? സമയം നമ്മൾ മുന്നിലുണ്ടോ? മക്കളെ, ഈ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് SSLC എക്സാമിനേഷന് നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയില്ല. അതിന് കൃത്യമായിട്ടുള്ള അസസ്മെൻ്റാണ് ആദ്യത്തെ ക്വാർട്ടർലി എക്സാമിനേഷൻ. ഇത് നമ്മൾ നല്ല രീതിയിൽ നോക്കിയാലേ നമുക്ക് SLC എക്സാമിനേഷന് നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങാൻ കഴിയുള്ളൂ. ഈ എക്സാം നമുക്ക് അടിപൊളിയാക്കണം. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളെ മാർക്ക് കാത്തിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളാണ്. നിങ്ങളുടെ അച്ഛൻ്റെ, നിങ്ങളുടെ അമ്മയുടെ, നിങ്ങളുടെ നാട്ടുകാരുടെ, നിങ്ങളുടെ സ്കൂളിൻ്റെ പ്രതീക്ഷകളാണ് നിങ്ങളുടെ മാർക്കുകൾ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ 150ഓളം ദിവസം എന്ത് കാട്ടി എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത്. മക്കളെ, ഇതുപോലെ ആയാൽ പോരാ. ഇനി കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് SLC എക്സാമിനേഷന് നല്ല മാർക്ക് വാങ്ങി, നല്ല സ്കോർ വാങ്ങി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നു മുതൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കൾ, ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കും. ഒറ്റ കാര്യമുള്ളൂ, ഫോക്കസ് ചെയ്ത് പഠിക്കുക, കൃത്യമായിട്ട് ഷെഡ്യൂൾ ഉണ്ടാക്കി പഠിക്കുക, കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാക്കുക. മക്കൾ, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. എന്ത് പഠിക്കും, എങ്ങനെ പഠിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായി ഡയറക്ഷൻ തരാൻ ഒരാളില്ലെങ്കിൽ അതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ആസ്ത്ര 3.0 എന്ന ബാച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് നിങ്ങളെ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവാണ്. മക്കൾ, നിങ്ങൾ ആലോചിക്കുക, ഓരോ ചാപ്റ്ററുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, അതിനുവേണ്ടി ഷോർട്ട് നോട്ട്സുകൾ ഞങ്ങൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരുക്കുന്നതാണ് ഇൻസ്റ്റാ ലേൺ എന്ന് പറഞ്ഞത്. മക്കളെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് കൃത്യമായിട്ടുള്ള ഷോർട്ട് നോട്ടുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ ബാച്ചിന് പല പ്രത്യേകതകളുമുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അത് കൃത്യമായിട്ട് ഈ ബാച്ചിൽ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസം ഇന്ന ചാപ്റ്റർ, ഇന്ന ഷോർട്ട് നോട്ട്, അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, ഇതുവരെ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത മക്കളാണ് പോലും ആ എക്സാം കഴിയുമ്പോഴത്തേനും നിങ്ങൾ പറയും ഏറ്റവും നല്ലത് സൈലമാണ്, സൈലം ഈസ് ബെസ്റ്റ് എന്ന് നിങ്ങൾ പറയും. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ അസ്ത്ര ബാച്ച് 1-ലോ അസ്ത്ര ബാച്ച് 2.0 ചേർന്ന മക്കളോട് ചോദിച്ചാൽ മതി, അവർ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരും എങ്ങനെയുണ്ട് നമ്മളെ ബാച്ചിനെ കുറിച്ചിട്ട്. കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, ലൈവ് നോട്ട്സുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. മക്കളെ, നമ്മളെല്ലാവർക്കും A+ കിട്ടണം, നന്നായിട്ട് മാർക്ക് വാങ്ങണം. നാളത്തെ പ്രതീക്ഷകളാണ് നമ്മൾ. എന്ത് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ തരണം ചെയ്യണം. അത് തരണം ചെയ്തവരാണ് നമ്മൾ. അത് നമുക്ക് പരീക്ഷകളിലും കാണിച്ചു കൊടുക്കണം. അത് നമുക്ക് ഈ ബാച്ചിലൂടെ ജോയിൻ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതിന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മക്കളെ, ഒരുമിച്ച് നമുക്ക് പഠിക്കാം, ഒരുമിച്ച് സെറ്റാക്കി മാറ്റാം. പെട്ടെന്ന് തന്നെ എൻ്റെ മക്കൾ അങ്ങോട്ട് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം.